ആമേൻ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 10-ഉം 12 വാക്യം. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്തവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. രാജൻ ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്കോണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ആമേൻ. സ്തോത്രം. ഇവിടെ പറയുന്നു, ഹല്ലേലൂയ, ആമേൻ, ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. എനിക്ക് ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയും, ദാനിയേൽ ഇത് നീ അടച്ച് മുദ്രയിടാൻ പറയുന്നുണ്ട് അല്ലേ. അവസാന കാലമാകുമ്പോൾ ആൾക്കാർ എഴുത് പരിശോധിക്കുമെന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന മുദ്ര ഇടരുതെന്ന് പറയുന്നത് കാരണം ഇത് ഓപ്പൺ ആണ്, ഇതെല്ലാവർക്കും ഹാലയില്ല, ആവശ്യമുള്ളവർക്കൊക്കെ വായിക്കുവാനും ഹാലയില്ല, കേൾക്കുവാനും പഠിക്കുവാനും എല്ലാം ഹാലയില്ല ഇതിനകത്ത് ഇത് വെച്ചിരിക്കുകയാണ്. ഹാലയില്ല ഇത് നാളെ ഒരു സമയത്ത് ഞങ്ങൾ കേട്ടില്ല, അറിഞ്ഞില്ല, കണ്ടില്ല എന്ന് പറയാൻ കഴിയാത്ത വണ്ണം ഹാലയില്ല ഇത് തുറന്നു വെച്ചിരിക്കുന്ന പോലെ ഇത് മുദ്ര ഇടരുന്ന് പറയുന്നതിന്റെ കാരണം ഹാലയില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ പഴയ കാലഘട്ടത്തിലൂടെ അല്ല നമ്മൾ ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു മനുഷ്യന് ബൈബിൾ വായിക്കണമെന്ന് വിചാരിച്ചാൽ ഫെസിലിറ്റീസ് ഉണ്ട്. ഒരു വചനം കേൾക്കണമെന്ന് വിചാരിച്ചാൽ ഫെസിലിറ്റീസ് ഉണ്ട്. എൻ്റെ അടുത്ത് ആരും സുവിശേഷം കൊണ്ടുവന്നില്ല, ആരും എന്നോട് പറഞ്ഞില്ല, ആരും എനിക്ക് തന്നില്ല എന്ന് ആർക്കും ഇനി പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നേക്ക കാര്യങ്ങൾ അല്ലേ. കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ കേൾക്കാൻ കഴിയും, പക്ഷെ കേൾക്കാൻ മനസ്സില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഹാലേലൂയ കർത്താവ് യേശുക്രിസ്തു നിന്നുകൊണ്ട് വിളിച്ചു പറ, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നത് നമുക്കറിയാം. എല്ലാവർക്കും ചെവിയുണ്ട്, പക്ഷേ അവിടെ ഉദ്ദേശിച്ച ചെവി കേൾക്കുന്ന കാര്യങ്ങൾ കേൾക്കേണ്ട പോലെ കേൾക്കുന്നവരെ കുറിച്ച് ഇന്ന് നമ്മൾ പറയുന്ന പലരും അത് കേൾക്കുന്നുണ്ട്. പക്ഷേ 2024 അവസാനത്തിൽ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു, 2025 വെള്ള പൂശുന്നവരുടെ വർഷമല്ല ഹാലേലൂയ, ആ മനുഷ്യൻ നീയാകുന്ന നാഥാൻ പ്രവാചകന്മാരുടെ വർഷമായിരിക്കും ദൈവം പറഞ്ഞു. അതുപോലെ തന്നെ ദൈവം നമ്മളോട് സംസാരിച്ചൊരു ശബ്ദമാണ് ഹാലേലൂയ. ദൈവത്തിന്റെ കോപം ചില ന്യായവിധി പോലെ ഹാലേലൂയ ചില ദേശങ്ങളിലേക്ക്, ചില പട്ടണങ്ങളിലേക്ക്, ചില മനുഷ്യരിലേക്ക് ഇറങ്ങുന്നു ഹാലേലൂയ. അത് ഈ ദിവസങ്ങളിൽ പലയിടങ്ങളിൽ കണ്ടു തുടങ്ങി ഹാലേലൂയ. ഇനി വ്യക്തിപരമായ ജീവിതത്തിൽ പോലും ഹാലേലൂയ പല തവണ ഹാലേലൂയ നമ്മൾ വചനം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹാലേലൂയ വാക്ക് കേട്ട് അനുസരിച്ച് നടക്കാതെ സ്വന്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്ന അഴുക്കാടി ഹാലേലൂയ അഹങ്കരിച്ച്, നമ്മുടെ ധനവാന്റെ കഥ പറഞ്ഞ പോലെ അവൻ സമ്പത്തിൽ മതിച്ച് പുളച്ച് ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ പോകുന്ന പലരെയും ഹാലേലൂയ എന്ന് വെച്ചാ ഹാലലിയ മ്ലേച്ഛതയിലൂടെ, ദുഷ്ടതയിലൂടെ, കപടതയിലൂടെ ഹാലലിയ ദൈവത്തെ ഭയമില്ലാത്ത ഒരു കൂട്ടർ ജനം നമ്മുടെ ഇടയിലുണ്ട്. നമുക്ക് കാണുമ്പോൾ അയ്യോ കഷ്ടമെന്ന് തോന്നുന്ന രീതിയിലേക്ക് പോകുന്ന അങ്ങനെയുള്ളവരുടെ നേരെ ദൈവത്തിന്റെ വാൾ പുറപ്പെടും. ഞാനിത് ആരെയും ഭയപ്പെടുത്താൻ വേണ്ടി പറയല്ല, വ്യക്തമായും കൃത്യമായും ദൈവത്തിന്റെ ഹാലേലൂയ പ്രേരണ എനിക്കുണ്ട് അത് ഞാൻ പറയുമ്പോൾ മ്ലേച്ഛത പ്രവർത്തിക്കുന്നവർ ദുഷ്ടത പ്രവർത്തിക്കുന്നവർ ഹാലേലൂയ ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കാത്തവർ എങ്ങനെ വേണമെങ്കിലും സമൂഹത്തിൽ ആരെയും ഭയമില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഇന്ന് നമ്മുടെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ജനം എങ്ങനെയൊക്കെ, നമുക്ക് ഓരോ ദിവസവും പത്രം വായിക്കുമ്പോഴും ന്യൂസ് കാണുമ്പോഴൊക്കെ ഒരു ഭയമാണ് ഉള്ളിൽ. കാരണം ഈ ജനം എങ്ങോട്ടാ പോയിക്കൊണ്ട്, ജനത്തിന് സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയാണ് അല്ലെ. നമുക്ക് ഇപ്പോഴൊക്കെ നമുക്ക് കാണുമ്പോഴൊക്കെ ഭയം തോന്നും. കാരണം കൊച്ചു കുഞ്ഞുങ്ങൾ പോലും കൊല്ലുവാനും മുറിവേൽപ്പിക്കാനും ഒന്നിനും ഭയമില്ലാത്തൊരവസ്ഥ. മനുഷ്യന്റെ വെട്ടുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞ ഒരു മൃഗത്തെ അറക്കുന്നതിനെക്കാട്ടിൽ ലാഘവത്തോടു കൂടി ദുഷ്ടത പ്രവർത്തിക്കുന്നത്. കാരണം ഈ ദുഷ്ടതയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ശക്തി ഒരൊറ്റ ശക്തി മാത്രമാണ്. ദൈവത്തിന്റെ വെളിച്ചം വ്യാപരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് വിരോധമായി അന്ധകാര മണ്ഡലങ്ങൾ ഇത്രത്തോളം ശക്തീകരിക്കാൻ കാരണം എന്തെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? അന്ധകാര ശക്തി ഇത്രത്തോളം ബലം പ്രാപിക്കാനുള്ള കാരണം എന്താ? എന്താ കാരണം? ഉണരേണ്ടവർ ശരിക്കും ഉണരാത്തത് കൊണ്ട് തന്നെയാണ്. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് കാവൽക്കാര രാത്രി എന്തായി എന്ന് ചോദിക്കുന്നത് ആരോടാണ്?
എല്ലാ മനുഷ്യരെയും വിളിച്ചുണർത്തി ദൈവം ചോദിക്കത്തില്ല. ഹാലേലിയ, ആമേൻ. ഈ ജനത്തിന് വേണ്ടി ഇടിവ് നിൽക്കാൻ അല്ലെ പ്രാർത്ഥിക്കുവാനായിട്ട് ഞാനൊരു മനുഷ്യൻ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഒരു മനുഷ്യരെ തിരയുന്നു എന്ന് പറയുന്ന ആ വ്യക്തിയോടാണ് ദൈവം ചോദിക്കുന്നത്, കാവൽക്കാര രാത്രി എന്തായി എന്ന്. കാവൽ ഏൽപ്പിക്കുന്ന വ്യക്തിയോടാ ചോദിക്കുന്ന, കാവൽക്കാര രാത്രി എന്തായി എന്ന് ചോദിക്കുന്നു. അല്ല, ഈ കാവൽക്കാര രാത്രി എന്തായി എന്ന് ചോദിക്കുമ്പോൾ കാവൽക്കാരന് അറിയണം പറയാനായിട്ട്, രാത്രിയിൽ ഇന്നതായി, ഇരുട്ടിന്റെ ബലം ഇത്രയാണ് ഇപ്പോൾ, ഈ ദേശത്ത് നിൽക്കുന്ന ഇരുട്ടിന്റെ ശക്തി ഇത്രത്തോളമാണ് എന്ന് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് കാവൽക്കാരൻ ഉണർന്നിരിക്കണം. ഹാലയില് കാവൽക്കാരൻ ഉണർന്നിരുന്നില്ലെങ്കിൽ, ഹാലേലൂയ, കള്ളൻ വന്ന് ഹാലേലൂയ എന്താ സംഭവിക്കുന്നത്? അവൻ കേറി അറുത്തു മുടിച്ച് നശിപ്പിച്ച് കടന്നു പോകും. ഹാലേലൂയ. ഇന്ന് പലയിടത്തും കാവൽക്കാരുണ്ടെന്നല്ലാതെ കാവൽ കാക്കേണ്ട പോലെ അവർക്ക് കാക്കാൻ കഴിയുന്നില്ല. അവർ ഉറങ്ങുകയാണ്. ഹാലേലിയ. അവർക്ക് ഉണർന്നിരിക്കാൻ കഴിയുന്നില്ല. അവർ മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്ന. ഹാലേലിയ. ജീവനുള്ളവരെന്ന് പേരുണ്ടെങ്കിൽ അവർ മരിച്ചവരാകുന്നു. പലപ്പോഴും ജീവനുള്ളവർ നമ്മളെ കർത്താവ് യേശുക്രിസ്തു എന്തിനു വന്ന്? ജീവൻ നൽകുവാനും സമൃദ്ധിയായി നൽകുവാനും വന്നു എന്ന് ദൈവവചനം പറയുമ്പോൾ, നമ്മൾ ഇന്ന് നൽകുന്ന സമൃദ്ധിയായ ജീവൻ ആണോ? ജീവൻ തന്നെ നൽകുന്നുണ്ടോ എന്ന് സംശയം. പിന്നല്ലേ സമൃദ്ധിയായ ജീവൻ നൽകുന്നല്ലേ സിസ്റ്റർ എന്ന് പറയും. ഹാലേലിയ. കാരണം കർത്താവായ യേശുക്രിസ്തു ഹാലേലിയ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു വിളിച്ചു പറഞ്ഞ കർത്താവ് യേശുക്രിസ്തു ഇന്ന് ആ വെളിച്ചമാകാൻ വേണ്ടി ഹാലേലൂയ നമ്മളെ ഓരോരുത്തരെ ആക്കി വെച്ചിരിക്കുമ്പം നമുക്ക് വെളിച്ചമാകാൻ കഴിയും. നമ്മൾ കടന്ന് ചെല്ലുന്നിടത്ത് അന്ധകാരം മണ്ഡലങ്ങൾ ഹാലേലിയ ഇരുപ്പുറയ്ക്കാതെ ഇറങ്ങി പോകുന്നുണ്ടോ? അതോ ഒരു ഭയവും ഇല്ല, വാ നമുക്കൂടെ തുളരയിട്ടിരിക്കാൻ തന്നെ ഇരിക്കുകയാണ്. യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ ഹാലേലൂയ നമുക്കറിയാം, യേശു കർത്താവ് ആലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ 18 വർഷമായി കൂനിയ ഒരു സ്ത്രീ എവിടെയെന്ന് വെച്ചാൽ ആലയത്തിനകത്തായിരുന്നത്. അവള് കൂനി ആയിരുന്നിട്ട് ഒറ്റ ദിവസം പോലും പ്രാർത്ഥന മുടക്കാതെ അവൾ ആലയത്തിലേക്ക് കടന്നു വന്നു. അവിടുത്തെ ആലയത്തിൽ വചനം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ന്യായപ്രമാണം അവിടെ വായിച്ചിരുന്നു. ഹാലയിലെ പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. ഹാലയിലുയ ശുശ്രൂഷകർ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. വലിയ റബിമാരും മറ്റു ഹാലയിലെ ആൾക്കാരെ എന്താ പറയാ ന്യായശാസ്ത്രിമാരും പരീക്ഷന്മാരും അങ്ങനെ തുടങ്ങി. ഹാലയിലെ അവിടെ സകല ജനവും ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനം അവിടെ എല്ലാ ദിവസവും വായിക്കുന്നുണ്ടായിരുന്നു, അത് പ്രസംഗിക്കപ്പെടുന്നുണ്ടായിരുന്നു. അതിനിടയിൽ 18 വർഷമായി കൂനിയ ഒരു സ്ത്രീ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഹാലേലി. അവരെ സംബന്ധിച്ചോളം അതൊരു സ്വാഭാവികതയെന്ന് തോന്നി. പക്ഷേങ്കിൽ ആത്മാവുള്ള ഒരുവൻ അവിടേക്ക് കടന്നു ചെന്ന് മനസ്സിലായി, ഇത് സ്വാഭാവികമായിട്ടുള്ള രോഗമായിട്ടിരിക്കുന്നതല്ല, ഇതിനകത്തൊരു അസ്വാഭാവികതയുണ്ട്. കാരണം വെളിച്ച വ്യാപരിച്ച് യേശു കർത്താവ് കടന്നു ചെന്നപ്പോൾ, യേശു കർത്താവിലെ വെളിച്ചം അവിടെ വ്യാപരിച്ചപ്പോഴാണ് മറഞ്ഞിരുന്ന ശത്രുവിനെ വെളിപ്പെടാൻ തക്കോണം ഇടയായത്. യേശു കർത്താവ് അത് കണ്ടപ്പോൾ ആ സ്ത്രീയെ വിളിച്ച് ഇവൾ അബ്രഹാമിന്റെ സന്തതി, ഇവൾക്കും വിടുതൽ വേണമെന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ടി അവൾ ആ ദുരാത്മാവിനെ ശാസിച്ച് അവളുടെ കൂനും മാറിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് എവിടെ ഇരുന്ന് വെച്ചാൽ ആലയത്തിൽ. ഇന്നും നമ്മൾ കാണുന്ന ആലയങ്ങളിൽ ഭൂതവുമായിട്ട് പിശാചുമായിട്ട് ദുരാത്മാക്കളുമായിട്ട് ബന്ധിക്കപ്പെട്ട രീതിയിൽ ജനം ഇരിക്കുന്നു. എന്തുകൊണ്ട് ജനം ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ, അന്ന് ഒന്നരക്കെ ദൈവാത്മ പറഞ്ഞ പോലെ അന്ന് ആലയത്തിൽ ഒരു കൂനിയായ സ്ത്രീ എഴുതിയിരുന്നെങ്കിൽ ഇന്ന് 99% ആൾക്കാരും കൂനികളാണ്. എന്താന്ന് വെച്ചാൽ ദുരാത്മാവിനാൽ ബന്ധിക്കപ്പെട്ട് നേരെ നിവർന്ന് നിൽക്കാൻ കഴിയാതെ വണ്ണം വലിയ നുകം വെച്ച് അവരെ കൂനിയാക്കി കളയുന്നത്. എവിടെ കൂനിയാക്കുന്ന? അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരെ കൂനിയാക്കുകയാണ്. ഇന്ന് അതേപോലുള്ള ദുരാത്മാവ് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ വിടുവിക്കാനായിട്ട് നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് ശക്തി ഇത്രത്തോളം ബലപ്പെടുന്നത്. ഇന്ന് അവർക്ക് ആലയത്തിനകത്ത് കയറിയിരിക്കാനായിട്ട് ഭയമില്ല. പണ്ടത്തെ കാലത്ത് ദൈവദാസന്മാരെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആലയത്തിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ ഭൂതം ഉണ്ടെങ്കിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അപ്പച്ചൻ കുടയെടുത്ത് അപ്പച്ചൻ മുണ്ടെടുത്ത് അപ്പച്ചൻ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് അവർ തന്നെത്താനെ ഇറങ്ങി ഓടിപ്പോകുമായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ അപ്പച്ചൻ എന്ന് വന്നു കഴിഞ്ഞ് നമ്മുടെ കാര്യം പോക്കാണെന്ന് അവർക്കറിയാം. പക്ഷെ ഇന്ന് അപ്പച്ചനല്ല അമ്മച്ചിയല്ല ആര് വന്നാലും നമുക്കൊരു കുഴപ്പമില്ല. നമ്മൾ അവരുടെ കൂടെ കൈയിട്ട് നമ്മൾ പാട്ട് പാടും, നമ്മൾ ആരാധിക്കും, വേണ്ട 4 അന്യഭാഷയും പറയും എന്നാണ് ഇന്ന് പിശാചുക്കൾ പറഞ്ഞിട്ടുണ്ട്. ഹാലലൂയ. അപ്പൊ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പറയുന്ന അഴുക്കാടുന്നവൻ ഇനി അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ ഇനി അഴുക്കാടട്ടെ.
ഹാലേലി അതിന് ദൈവം അനുവദിച്ചു കൊടുക്കുന്നു. എന്താണ് ഹാലേലിയ? ഈ വചനം ഉണ്ടായിട്ടും, ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഉണ്ടായിട്ടും, പ്രസംഗങ്ങൾ ഉണ്ടായിട്ടും, ശുശ്രൂഷകൾ ഉണ്ടായിട്ടും, ഇത് കേൾക്കാനും അത് അറിയാനും അതിന് മനസ്സ് വെക്കാനും തയ്യാറാകാത്തവർ അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ എന്നാ കർത്താവ് പറയുന്നു. ആമേൻ. ഹാലേലിയ. കാരണം അവർക്ക് എത്രത്തോളം പോകാൻ പറ്റും അങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ. ഹാലേലിയ. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചൊരു വാക്യം, എനിക്ക് സഭാപ്രസംഗിന്നാന്ന് തോന്നുന്നുണ്ട്. ഹാലേലിയ. ദൈവം ഹാലേലിയ എന്തായിരുന്നു സിസ്റ്റർ വാക്യം ഒന്ന് സഭാപ്രസംഗിക്കകത്തുനിന്ന് വാക്യം 8:11, 12, 11 നമ്മൾ വായിച്ചെന്ന് തോന്നുന്നു. ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായി കൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യാൻ ധൈര്യപ്പെടുന്നു. പാപി 100 പ്രാവശ്യം ദോഷം ചെയ്ത് ദീർഘായുസ് ഇരിക്കുകയും ചെയ്യുന്ന ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുന്ന ഞാൻ നിശ്ചയം പറയാം. അപ്പൊ ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായി കൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യാൻ ധൈര്യപ്പെടുന്നു. അപ്പൊ ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായി കൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യുവാൻ എന്താ ധൈര്യപ്പെടുന്നു. ആ ദോഷം ചെയ്യാൻ ധൈര്യപ്പെടുന്നവരോട് ദൈവം പറയുന്ന ആണ് എന്താ വാക്ക് എന്താന്ന് വെച്ചപ്പോ പറയുന്നത്, അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടിക്കോട്ടെ. എന്താന്ന് വെച്ചാ ദൈവം ഇതൊന്നും കാണുന്നില്ല, ദൈവം ഇതിനൊന്നും ശിക്ഷിക്കത്തില്ല, ദൈവം ഇതിനൊന്നും ദൈവത്തിന് വേറെ പണിയൊന്നും ഇല്ലാതെ അവിടെ ഇരിക്കുകയില്ല, നമ്മൾ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി എന്നൊക്കെ ചോദിക്കുന്ന പലരും ദൈവം ഇത് കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ടും ദൈവം ശിക്ഷാവിധി താമസിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ സ്ഥിതി പറയുകയാണെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചതെന്ന് ആർക്ക് ഭയമില്ല. കാരണം എന്താ വെച്ചാ തൂക്കിക്കൊല്ലാൻ വിധിച്ചവരെല്ലാം ജയിലിൽ തന്നെ സുഖമായിട്ട് തിന്നു കുടിച്ച് കിടപ്പുണ്ട്. കാരണം ഇതൊരു വിധി മാത്രമേ ഉള്ളൂ, നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ക്രിമിനൽസിന്റെ മെന്റാലിറ്റി എന്തായിരിക്കും? ക്രിമിനൽസിന്റെ മെന്റാലിറ്റി വിധിയൊക്കെ വരും, നമ്മൾ ജയിലിനകത്ത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല താമസമൊക്കെ തന്ന് അവരെ അടിച്ചു പൊളിച്ച് അവിടെ കിടക്കും. കൂട്ടിന് കുറച്ച് നല്ല ബോൺ ക്രിമിനൽസ് എന്ന് പറയുന്ന ആൾക്കാരെ കൂടെ കൂട്ടിന് ഇവിടെ കിട്ടും. 32 വർഷമായിട്ട് ആ തൂക്കിക്കൊല്ലൽ വിധികൾ നടപ്പിലാക്കിയിട്ടില്ല എന്ന് അതിനകത്ത് കിടക്കുന്ന ആൾക്കാരെല്ലാം വിധിക്കപ്പെട്ടവരെല്ലാം അതിനകത്ത് തന്നെ കിടക്കണം. അപ്പോൾ പുതിയതായിട്ട് ഒരാളുടെ ഇപ്പൊ നമ്മുടെ ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും പേടിയുണ്ടോ? ഗ്രീഷ്മ പറയും എപ്പ നടക്കാൻ ഇതൊക്കെ ആര് കൊല്ലാൻ പോകുന്നു, ഇതൊരു വിധി ഒരു പേപ്പർ കടലാസ് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ജനത്തിന്. പക്ഷേ ഹാലലൂയ ഇവിടെ എന്താണ് നടക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്ര ഹാലലിയ കർശനമായ വിധി നടപ്പിലാക്കുമെങ്കിൽ ജനം ഭയപ്പെടുന്നത് പോലെ. സൗദി അറേബ്യയിലോ UAE-യിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ മദ്യവും മയക്കുമരുന്നും ഒക്കെ ചെയ്യുന്നവർ വളരെ ചെയ്യാൻ ആരും ധൈര്യപ്പെടത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ അതിന് മാത്രം ഒരു എക്സ്ക്യൂസും ഇല്ല. ജയിലിൽ അടയ്ക്കപ്പെടും, ശിക്ഷിക്കപ്പെടും. പരസ്യമായി കല്ലെറിഞ്ഞ് കൊല്ലുന്ന പോലുള്ള ശിക്ഷകൾ അവിടെ ഇന്നും നിലവിലുള്ളത് കൊണ്ട് ജനത്തിന് ഭയമാണ്. ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ പോകുന്ന മലയാളികളൊക്കെ UAE-യിലാണെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർ എത്ര ഡീസെന്റ് ആയിട്ടൊരു വണ്ടി ഓടിക്കും, എത്ര ഡീസെന്റ് ആയിട്ട് അവർ റൂൾസ് ഫോളോ ചെയ്യും, എത്ര ഡീസെന്റ് ആയിട്ട് അവരവിടെ നടക്കുന്നത്. എന്താന്ന് വെച്ചാൽ അവിടുത്തെ റൂൾസിന് അവർക്ക് ഭയമാണ്. അതേസമയത്ത് ഇവിടെ വരുമ്പം വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത പോലെ വണ്ടിയെടുത്ത് ഓടിക്കുകയും അഹങ്കാരം കാണിക്കുകയും അതിക്രമം കാണിക്കുകയും മദ്യം വെച്ചിട്ട് വണ്ടി ഓടിക്കുക, ഇതൊക്കെ ഇവിടെ ചെയ്യും. എന്താ കാര്യം വെച്ചാൽ ഇവിടുത്തെ നിയമത്തെ അവർക്ക് ഭയമില്ല. ഒരു വ്യക്തി തന്നെയാണ്, 2 സ്ഥലത്ത് 2 സ്വഭാവം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ നിൽക്കുന്ന രാജ്യത്തിന്റെ നിയമത്തിൽ അവർക്ക് ഭയമുള്ളത് കൊണ്ട് അവിടെ അവർ മര്യാദക്കാരായിട്ട് ചെയ്യും. മദ്യപിച്ചെങ്ങാനും വണ്ടി ഓടിച്ച് എങ്ങാനും പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ 1 മാസം മിനിമം ജയിലാണ്. ഇല്ലെങ്കിൽ എന്തായാലും കിടക്കേണ്ട. പിന്നെ അല്ലെങ്കിൽ ഫൈൻ എന്ന് വെച്ചാൽ 25,000 ദിർഹംസ്, 30,000 ദിർഹംസ് ആണ്. അതിന് ഫൈൻ കെട്ടിവെച്ചിട്ട് ഇറങ്ങണമെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. എത്ര ഇന്ത്യൻ രൂപ വെച്ച് കാൽക്കുലേറ്റ് ഇപ്പൊ എത്ര രൂപ വരും അത്? ഇവിടെയാണെങ്കിലോ ഏതെങ്കിലും ഒരു തുക്കട രാഷ്ട്രീയക്കാരൻ വിളിച്ചത്, അല്ല ഇത് നമ്മുടെ കക്ഷിയാണ് കേട്ടോ, വിട്ടേ കേട്ട. ശരി സാറേ.
ഇത്രേ ഉള്ളൂ. ഇച്ചിരി ഇൻഫ്ലുവൻസ് ഉള്ളവൻ, ഇച്ചിരി സമ്പത്തുള്ളവനൊക്കെ ഇവിടെ എല്ലാം കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങാമെന്നുള്ള ഒരു ധാരണ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നിയമങ്ങൾ പാലിക്കപ്പെടാതെ ചിലരുടെ മേൽ മാത്രം അടിച്ചേൽപ്പിക്കുന്ന പോലെ അത് കിടക്കുന്ന അതുകൊണ്ടാണ് ജനത്തിന് ഭയമില്ലാത്തത്. ഇപ്പൊ ഭയം ഉണ്ടാകണമെങ്കിൽ എന്താന്ന് വെച്ചാ റൂൾസ് സ്ട്രിക്റ്റ് ആകണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസിന്റെ മുമ്പിൽ വ്യാജം പറഞ്ഞ് അനന്യാസ് സഭയിലെ മരിച്ചു വീണ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്നും അത് നടക്കുകയാണെങ്കിൽ, ഇന്നും അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആരെങ്കിലും ദൈവസഭയിൽ ആരെങ്കിലും നുണ പറയാനായിട്ട് വാ തുറക്കും സിസ്റ്റർ? പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, പരിശുദ്ധാത്മ ഇടപെടുന്നു, പരിശുദ്ധാത്മ അങ്ങനെ പറയും, പരിശുദ്ധാത്മ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് വ്യാജം പറയേണ്ട ആരെങ്കിലും ഒരു ധൈര്യം കാണിക്കുമോ? കാണിക്കത്തില്ല. കാരണം എന്താണെന്നറിയട്ടോ, ഭയം ഉണ്ടാകും ഉള്ളിൽ, ഭീതി ഉണ്ടാകും. കാരണം ഇന്ന് ഭയം ഇല്ലാതെ മാറിയിരിക്കുന്നതിന്റെ കാരണം വെച്ചാൽ ഇവിടെ പറയുന്ന കണക്ക് ദുഷ്പ്രവർത്തിക്കാൻ ശിക്ഷാപതി തൽക്ഷണം നടക്കായി കണ്ട് മനുഷ്യൻ ദോഷം ചെയ്തു. അപ്പൊ തൽക്ഷണം പറയുന്ന സമയം തന്നെ അതിനുള്ള ശിക്ഷാവിധി നടക്കുകയാണെങ്കിൽ അവര് ദോഷം ചെയ്യാൻ ഭയപ്പെടും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്, പലരും ഇന്ന് മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. അപ്പൊ ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് തൽക്ഷണം ശിക്ഷാവിധി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട്. എന്താ വെച്ചാൽ ഇത് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അവിടെ. ഹല്ലേലൂയ. ഇത് കംപ്ലീറ്റ് റെക്കോർഡ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. കുഞ്ഞുങ്ങളൊക്കെ കള്ളത്തരം തെറ്റും പാപം ഒക്കെ ചെയ്യുമ്പോൾ പിള്ളേർ ആയിരിക്കും യേശപ്പച്ചനൊന്നും കണ്ടില്ലല്ലോ, യേശപ്പച്ചൻ എന്നെ ശിക്ഷിച്ചില്ലെന്നിരിക്കും. പക്ഷേ ഇതിനകത്ത് വരുന്ന അവസ്ഥ എപ്പോഴാന്ന് വെച്ചാൽ ഇവരുടെ ഒരു നന്മ പ്രാപിക്കാൻ ഇവർ സമയമാകുമ്പോൾ യേശപ്പച്ചൻ അതിനെ ശിക്ഷിക്കുന്നില്ല എങ്കിലും ഇത് റെക്കോർഡ് ചെയ്യുന്ന 2 സ്ഥലം കൊണ്ടുവന്ന് പിശാചും ഒന്ന് ദൈവവും റെക്കോർഡ് ചെയ്യും. പിശാജ് ഇതൊക്കെ പൊക്കിയെടുത്ത് കൊണ്ടുകൊണ്ട് ചെന്നിട്ട് പറയും, ഇത് കണ്ടോ, ഇത് ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ഇവൻ ചെയ്തുകൊണ്ടല്ലേ ഇവള് ചെയ്തത് കൊണ്ട് ഇവർക്ക് ഈ നന്മ കൊടുക്കാൻ ഇപ്പൊ പറ്റത്തില്ല, ഇവരതിന് യോഗ്യരല്ല, ഇവരതിന് അർഹരല്ല. കാരണം ദൈവത്തെക്കുറിച്ച് പിശാചിനൊരു ബോധമുണ്ട്. എന്താ വെച്ചാൽ എന്റെ ദൈവം നീതിമാനായ ദൈവമാണ്. അനീതിക്ക് അനുവദിച്ച് കൊടുക്കത്തില്ല. നമ്മൾ നീതിയുള്ള എന്തെങ്കിലും കാര്യം കൊണ്ട് വാദിച്ചു കഴിഞ്ഞാൽ ദൈവം അതിനെ എതിർക്കാതെ നമുക്ക് അനുവദിച്ചു തരും. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവത്തെ ത്യജിച്ചു കളയാൻ തയ്യാറാക്കാത്ത ദൈവം. ഇത് ആർക്കറിയാം? നമ്മളെക്കാട്ടി നന്നായിട്ട് പിശാചിനറിയാം. അപ്പൊ അവൻ അവിടെ ചെന്നിട്ട് ഇതൊക്കെ കൊണ്ടുകൊണ്ട് പയ്യെ പറക്കി കെട്ടി അവിടെ ചെന്ന് ഇതൊക്കെ കാണിച്ചു കൊടുക്കും. ദൈവം ഇത് കാണാതിരിക്കുമല്ല, ദൈവം അറിയാതിരിക്കുന്നല്ല. പക്ഷെ ദൈവത്തിന്റെ മക്കളല്ലേ എന്ന് വിചാരിച്ച് പലപ്പോഴും അത്. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാണുകയും കേൾക്കുകയും അതിനുവേണ്ടി അത് എടുത്തുകൊണ്ട് നമുക്കെതിരെ വാദിക്കുകയും ചെയ്യുന്ന ഒരപവാദിയുണ്ട്. ഈ അപവാദി അവിടെ ചെന്ന് ഇത് പറയുമ്പോൾ അവൻ അപവാദം പറയാൻ എടുക്കണേ, പക്ഷെ അപവാദമല്ല, ഇതുള്ള കാര്യമാണ് ചെന്ന് പറയുന്നത്. ദൈവം അപ്പൊ പലപ്പോഴും നമ്മുടെ നന്മകൾ പ്രാപിക്കാൻ സമയമാകുമ്പോഴാണ് അപവാദിയുടെ അപവാദം അവിടേക്ക് ചെല്ലുന്നതെങ്കിൽ നമ്മുടെ ആ നന്മകൾ തടയപ്പെടും. അപ്പൊ ശിക്ഷാവിധി വരുന്നുണ്ടോ ഇല്ലയോ? നന്മ പ്രാപിക്കാനായിട്ട് വിളിച്ചിരിക്കുന്ന നമ്മൾ നന്മ പ്രാപിക്കാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയെന്ന് പറയുന്ന പോലും ഒരു ശിക്ഷാവിധിയാണ്. ഹല്ലേലൂയ. അപ്പൊ പലർക്കും നേരിട്ട് അടി കൊള്ളുമ്പോഴൊക്കെയാണ് ഇത് ദൈവത്തിന്റെ ശിക്ഷയാന്ന് തിരിച്ചറിയുന്നത്. പലരും അറിയുന്നില്ല ഇന്ന് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ നന്മ പ്രാപിക്കാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും പല തിന്മയിലൂടെയും പല കഷ്ടതയിലൂടെയും പല ഭാരങ്ങളിലൂടെയും രോഗങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന നന്മയ്ക്ക് പകരം കടന്നു വരുന്ന നമ്മുടെ ജീവിതത്തിലെ കുഴപ്പങ്ങൾ കാരണം വന്ന ശിക്ഷാവിധിയാണ് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറയുന്നത്. എന്ന് വെച്ചാൽ ദൈവം എന്തിനു കൊണ്ട് ഇത് അനുവദിച്ചു കൊടുക്കുന്നു വെച്ചാൽ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് നമ്മൾ ആയിത്തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയാണ് ദൈവം ഇതൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെയെങ്കിലും പോയിട്ടെങ്കിലും ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കട്ടെ, ഒന്ന് വേണ്ട പോലെ ഉണരട്ടെ ഇവര്, വേണ്ട പോലെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഇവര് നായി തീരട്ടെ എന്ന് പറഞ്ഞ് ദൈവം വിട്ടുകൊടുക്കാറുണ്ട് പലപ്പോഴും. ഈ അവസ്ഥ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്ന ഇവിടെ പറയുന്ന ഒരു കൂട്ടെന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനം കൂടെ ഉണ്ടായിട്ടും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ലഭിച്ചിട്ടും അത് ചെവിക്കൊള്ളാതെ അഴുക്കാടി നടക്കുന്നവർ ലൂയ
അതിന്റെ വിശ്വാസത്തെ ഉള്ളവരെ കുറിച്ചും പറയാം, അവിശ്വാസികളായിരിക്കുന്നവരെ കുറിച്ചും പറയാം. കേൾക്കേണ്ട കാര്യങ്ങൾ കേട്ടിട്ടും അറിഞ്ഞിട്ടും ഗ്രഹിച്ചിട്ടും അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ പോകുന്നവരാണ് ആമേ ഹാലെ. അവരെ കുറിച്ച് പറയാ, തന്നത്തെ അഴുക്കാട്, അനീതി ചെയ്ത് ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നു ഇനി അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ ഹാലെ. അപ്പം നീതിമാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ നീതീകരിക്കപ്പെട്ട ആളെന്ന് പറഞ്ഞിരിക്കില്ല, നീതിമാൻ ഇനിയും നീതീകരിക്കട്ടെ. അപ്പൊ ഓരോ ദിവസം കഴിയും തോറും യേശുക്കത്താൽ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരെയും നോക്കിയിട്ട് ദൈവം പറയുന്നത് നീ നീതിമാനാണ്. കലയേറ്റെടുത്ത് പറയുന്നുണ്ട്, ലേഖനത്തിൽ നീതിമാൻ ഒരുവൻ പോലും ഇല്ല അല്ലെ. അത് പറഞ്ഞ സ്ഥാനത്ത് നമ്മളെ നീതീകരിച്ചു. നീതീകരിച്ചപ്പോൾ നമ്മൾ നീതിമാന്മാരെ എങ്ങനെ, യേശു കർത്താവ് രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ട് നമ്മൾ നീതിമാന്മാരായി മാറി. പക്ഷെ നീതിമാനായ രക്തത്താൽ വിശദീകരിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഇനി ഇവിടെ ഇങ്ങനെ അടങ്ങിയിരിക്കാം എന്നല്ല. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നീതിമാൻ ഇനിയും തന്നെ നീതീകരിക്കണം, വിശുദ്ധനായി. അപ്പൊ നമ്മൾ അടുത്ത് പറയുന്നത് വിശുദ്ധ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അപ്പൊ വിശുദ്ധനായവൻ, ഞാൻ വിശുദ്ധനാന്ന് പറഞ്ഞിരിക്കാനല്ല, അവൻ ഓരോ ദിവസം കഴിയും തോറും തന്നെ വീണ്ടും വിശുദ്ധീകരിക്കണം. എങ്ങനെ വിശദീകരിക്കും? ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും നമ്മളെ വിശദീകരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ വിശുദ്ധി എവിടേക്ക് എത്തണമെന്ന് വെച്ചാൽ ഹാലേലൂയ, ക്രിസ്തുവിനോളം തന്നെ ഹാലേലൂയ. യേശു ആ പ്രതിമയ്ക്ക് അനുരൂപരായ അതേപോലെ പ്രതിമയായി നമ്മൾ രൂപാന്തരപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ എത്തണം. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് എല്ലാം തികഞ്ഞ് ഇനി എനിക്കൊന്നും വേണ്ട, ഉപദേശം വേണ്ട, വചനം വേണ്ട, പ്രാർത്ഥന വേണ്ട, ഞാനെങ്ങും തെറ്റൊന്നും ചെയ്യുന്നില്ല, ഞാനൊരു മുറിക്കള്ള കയറി അടച്ചിരിക്കുക, ഞാൻ മറ്റാരുടെയും കാര്യത്തെ ഇടപെടാൻ പോകുന്നില്ല, ഞാനാണെങ്കിൽ അന്നിന് പോകുന്നില്ല, അങ്ങോട്ട് പോകുന്നില്ല, ഇങ്ങോട്ട് പോകുന്നില്ല, ഹാലില്ല. അതുകൊണ്ട് തൃപ്തിയായോ, മതിയായോ സിസ്റ്ററെ? ഇല്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ അശുദ്ധമായ ലോകത്തിൽ നിന്ന് വിശുദ്ധനായ ദൈവം നമ്മളെ വിശദീകരിച്ച് അശുദ്ധമായ ലോകത്തിൽ വിശുദ്ധരായി ജീവിക്കാൻ വേണ്ടി വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ മുറിക്കുള്ളിൽ കയറി അടച്ചിരുന്നിട്ട് വിശുദ്ധീകരിക്കാനുള്ളവരല്ല, അശുദ്ധമായ ലോകത്തിന് അകത്ത് തന്നെ നിന്നുകൊണ്ട് നമ്മൾ വിശുദ്ധരായി ജീവിക്കണം. അങ്ങനെയാണ് യേശു കർത്താവ് വന്ന് ജീവിച്ചത്. യേശു കർത്താവിന് പാപം ഒഴികെ സകലത്തിൽ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട മനുഷ്യനെന്നാണ് യേശുവിനെ കുറിച്ച് എഴുതിയത്, പരീക്ഷിക്കപ്പെട്ടവരെന്ന് എഴുതിയേക്കുന്നത് അല്ലെ. അപ്പൊ പാപം യേശുവിനെ തൊട്ടില്ല, യേശു കർത്താവ് പാപത്തിലേക്ക് പോയില്ല. പക്ഷെ യേശു കർത്താവ് ജീവിച്ചതും മേച്ചകരമായ നിറഞ്ഞ ദുഷ്ടത നിറഞ്ഞ കപടത നിറഞ്ഞ സകല ദുർഗുണങ്ങളും നിറഞ്ഞ ഒരു ജനത്തിന്റെ ഇടയിൽ തന്നെയാണ് യേശു കർത്താവ് ജീവിച്ചത്. അന്നത്തെ കാലത്തും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. യേശു കർത്താവിനെ കുറിച്ച് പറയുന്നതോ പതിനായിരങ്ങൾ അതിസുന്ദരൻ. യേശുക്കർത്താവ് അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വേണേ പെണ്ണുങ്ങൾ പുറകെ നടന്നു കാണും അല്ലേ. കാരണം എന്താ, 10,000-ങ്ങൾക്ക് സുന്ദരനായവനായി നിൽക്കുന്ന ചൂലം കാർത്തെ പറഞ്ഞ വെള്ളയും ചുവപ്പുള്ള എൻ്റെ പ്രിയൻ എന്ന് പറയുന്ന പോലെ അത്രയും സുന്ദരനായ ചെറുപ്പക്കാരനായ 30 വയസ്സുള്ള ഒരു ഏറ്റവും സൗന്ദര്യമുള്ള ഒരു മനുഷ്യനാണ് എന്താ പറയുക, പബ്ലിക്കായിട്ട് ഈ ലോകത്തിലൂടെ ഇങ്ങനെ ജനങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്. യോസേഫ് പാപം ചെയ്യാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും യോസേഫും സുന്ദരനായിരുന്നു, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം യോസേഫിന്റെ പിന്നാലെ പോത്തിഫറിന്റെ ഭാര്യ പ്രലോഭിപ്പിച്ചുകൊണ്ട് പുറകെ ചെന്നതുപോലെ യോസഫിന്റെ ജീവിതത്തിൽ പോത്തിഫറിന്റെ ഭവനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലെങ്കിൽ അടിമയായതുകൊണ്ട് ഇഷ്ടമനുസരിച്ച് ചുറ്റി നടക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. എന്നിട്ട് പോലും അതിനകത്ത് പോലും യോസഫിന്റെ നേരെ പ്രതികൂലം ചെന്നതുപോലെ പിശാജ് പല പദ്ധതികളും തയ്യാറാക്കിയ പോലെ യേശു കർത്താവ് പബ്ലിക്കായിട്ട് ജനത്തിന്റെ ഇടയിൽ തിങ്ങി നിറയുന്ന പുരുഷാരത്തിന്റെ ഇടയിൽ ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവിന്റെ പ്രസംഗം കേൾക്കാൻ അനേക സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ ആൾക്കാർ തടിച്ചുകൂടിയപ്പോൾ യേശു കർത്താവിന്റെ നേരെയും പല പാപത്തിന്റെ പരീക്ഷകളും വന്നിട്ടുണ്ടാവും. അതൊക്കെ വേദപുസ്തകത്തെ എടുത്ത. പക്ഷേ പാപം യേശുവിനെ തൊടാൻ പറ്റിയില്ല, പാപം ഒഴുകിയ സകലത്തെ. അപ്പൊ പാപം എന്ന സംഭവം യേശു കർത്താവിന്റെ അടുത്തേക്ക് പോലും ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചാൽ യേശു കർത്താവ് ഓരോ ദിവസവും നമ്മൾക്കറിയാം യേശു കർത്താവിന്റെ ജീവിതം ഞാൻ ഏറ്റവും നല്ല മാതൃക നമുക്ക് യേശു കർത്താവ് എന്ന് പറയാൻ കാരണം, ഒന്ന് യേശു കർത്താവിന്റെ പ്രാർത്ഥനാ ജീവിതം, യേശു കർത്താവിന്റെ പരസ്യ ജീവിതം, യേശു കർത്താവിന്റെ രഹസ്യ ജീവിതം, ഇതെല്ലാം യേശു കർത്താവ് ദൈവത്തിന്റെ പ്രിയ പുത്രനായിരുന്നു.
നമ്മളെ കുറിച്ചൊക്കെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എടുത്താലും രഹസ്യ ജീവിതം എടുത്താലും പരസ്യ ജീവിതം എടുത്താലും പരസ്യ ജീവിതത്തിൽ എല്ലാവരും ചിലപ്പോൾ നല്ല ഡീസന്റ് ഒക്കെ ആയിരിക്കും. പക്ഷെ രഹസ്യ ജീവിതം അല്ല നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, എന്റെ മനസ്സിലുള്ളതെല്ലാം ദൈവം നിന്ന് പബ്ലിക്കായിട്ട് വിളിച്ചു പറയുകയാണെങ്കിൽ എത്ര പേർക്കൂടെ ഇരിക്കാൻ പറ്റും? നമ്മുടെ മനസ്സിൽ ഓരോ ദിവസം കടന്നു പോകുന്ന ചിന്തകള്, നമ്മുടെ മനസ്സിലൂടെ പോകുന്ന ആൾക്കാരെ കുറിച്ചുള്ള കുശുമ്പാകട്ടെ, കുന്നായ്മയാകട്ടെ, പകയാകട്ടെ, പിണക്കമാകട്ടെ, അങ്ങനെ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം നേരം വെളുത്ത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി നമ്മൾ രാത്രി കിടക്കുന്ന വരെ നമ്മുടെ മൈൻഡ് എന്താന്ന് ദൈവം പബ്ലിക്കിൽ ഒന്ന് റീഡ് ചെയ്യാന്ന് ഒന്ന് വിചാരിച്ചു നോക്കിക്കേ. മുഖത്തോട് മുഖം നോക്കാൻ പറ്റും ആൾക്കാർ? ഇല്ല. പക്ഷെ ഇത് എന്താണ് സംഭവിക്കാത്ത വെച്ചാൽ ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ സ്നേഹം. ദൈവം എപ്പോഴാണ് ചിലരെ ആൾക്കാരെ കുറിച്ച് അവരെ ചില സ്വഭാവത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ടും കേൾക്കാതിരിക്കുന്ന അവസ്ഥയെ മാത്രമാണ് അത് പറയാം. കാരണം ഒന്നിലോ നന്നാണ്, ഇല്ലെങ്കിൽ പോകണം പറഞ്ഞിട്ട് അങ്ങനെ ചില ദൈവദാസന്മാരിലൂടെ ഒക്കെ പറയിക്കാറുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ മിക്കയിടത്തും എന്താ വെച്ചാൽ അവരതോടുകൂടി നന്നാകാറുണ്ട്. കാരണം ഭയം ഉള്ളിലേക്ക് കയറും. കാരണം അയ്യോ കർത്താവ് ഇതൊക്കെ കണ്ടിട്ടുണ്ടോ എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അതോടി രക്ഷയില്ലെങ്കിൽ ചിലപ്പോൾ അതോടുകൂടി അവിടുന്ന് പോവുകയും ചെയ്യും. ഹല്ലേലൂയ. ഇത് പലപ്പോഴും ദൈവം അങ്ങനെ ചെയ്യുന്ന കാരണം വെച്ചാൽ ദൈവം ഇത് കാണാനിട്ടല്ല. നമ്മൾ അഴുക്കാടുന്നവൻ ഇനി അഴുക്കാടട്ടെ എന്ന് പറയുമ്പോൾ ഈ അഴുക്കാടുന്ന സകലരും ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ആദ്യത്തെ സഭയ്ക്ക് ദൈവം 7 സഭകൾക്ക് ദൂതെഴുതുമ്പോൾ ആ സഭയിൽ ഓരോ നന്മകളെ കുറിച്ച് ദൈവം അക്കമിട്ട് പറഞ്ഞതിന് ശേഷം അവരുടെ തിന്മ എന്താന്ന് കൂടെ ദൈവം പറഞ്ഞു. അപ്പൊ നന്മ മാത്രമല്ല തിന്മയും ദൈവം കാണുന്നു. നമ്മളിലുള്ള നന്മ മാത്രമല്ല തിന്മയും ദൈവം കാണുന്നു എന്നുള്ള. പക്ഷെ തിന്മ കാണുമ്പോൾ കുറവ് കാണുമ്പോൾ നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല പക്ഷെ അത് കാണാതെ അല്ല ദൈവം നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് നമ്മൾ അറിയണം. എന്റെ കുറവുകൾ കണ്ടിട്ടും എന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. എന്റെ നന്മ കണ്ടിട്ട് മാത്രം, എന്റെ നല്ല സ്വഭാവം കണ്ടിട്ട് മാത്രം സ്നേഹിക്കുന്നവർക്ക് എന്നോട് ശരിക്കും സ്നേഹമില്ല. കാരണം അവർക്ക് പ്രയോജനമുള്ളത് കൊണ്ട്, അവർക്ക് ആവശ്യമുള്ളത് കൊണ്ട്, അവരെ കൂടെ നിർത്താൻ കൊള്ളാവുന്നത് കൊണ്ട് മാത്രം അവരെ സ്നേഹം. പക്ഷെ എനിക്കൊരു കുറവുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്റെ ജീവിതത്തിൽ ഒരു പോരായ്മയുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് എന്നെ ചേർത്ത് നിർത്തുന്ന ആരെങ്കിലും ഉണ്ട്, അവരാണ് എന്നെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത്. കാരണം നമ്മുടെ കുറവുകൾ അറിഞ്ഞ് സ്നേഹിക്കുന്നത്. അപ്പം ദൈവം കർത്താവായ യേശുക്രിസ്തു നമ്മളെ കുറിച്ചുള്ള സകലത അറിഞ്ഞ് സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയും ദൈവം അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം എന്നാ പറഞ്ഞ ഇസ്രായേലിന്റെ ദൈവം എന്നല്ല. കാരണം യാക്കോബിനെ നോക്കി പറയാണ് യാക്കോബ് ഒരു പരാജയമായിരുന്നു, അല്ലെങ്കിൽ യാക്കോബ് ഒരു ഉപായിയായിരുന്നു. യാക്കോബിലെ ചില കുടില തന്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യരായിരുന്നു. പക്ഷേ അവിടെ പലയിടത്തും പരാജയമായി നിൽക്കുന്ന യാക്കോബിന്റെ ദൈവം എന്ന് പറയാൻ ദൈവം ഒട്ടും ലജ്ജിച്ചില്ല. ദൈവം അവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ പരാജയമായി നിൽക്കുന്ന, നമ്മൾ എന്തായിരിക്കും അവസ്ഥയിൽ തന്നെയാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്, ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുക. അപ്പൊ അങ്ങനെയുള്ള ദൈവത്തോട് നമുക്ക് സ്നേഹവും വിശ്വസ്തതയും കുറയുകയല്ല കൂടുകയാണ് വേണ്ടത്. അങ്ങനെ വിശ്വസ്തതയും സ്നേഹം കൂടി വരുമെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ ദൈവം എന്ത് പറയുന്നു അതിനനുസരിച്ച് നമ്മളെ വിശുദ്ധീകരിക്കാൻ നോക്കും, നീതീകരിക്കാൻ നോക്കും. ദൈവത്തിന് ഹൃദയത്തിലെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ ആയിത്തീരുവാൻ നോക്കും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പുറകെ നടന്നിട്ട് മോനെ അത് ചെല്ലും, മോനെ ഇത് ചെല്ലും, മോളെ അങ്ങനെയായിരിക്കും, മോളെ ഇങ്ങനെയായിരിക്കും എല്ലാ ദിവസവും നടന്ന് വടിയെടുത്ത് പറഞ്ഞ് പേടിപ്പിച്ച് അവരെ അനുസരിപ്പിക്കുന്നതിലാണോ നിങ്ങൾക്ക് സന്തോഷം? അയ്യോ എൻ്റെ അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല, അല്ലെ എൻ്റെ അപ്പനത് ഇഷ്ടമല്ല, ഞാനത് ചെയ്യാൻ പാടില്ല, ഞാൻ ഇങ്ങനെ ആയിരിക്കണം, അവർക്ക് അല്ലെങ്കിൽ വിഷമമാകുക, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം ഇതാണ് എന്നെക്കുറിച്ച്, അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേക്കണം, ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, സഭയിൽ പോകണം, നന്നായിട്ട് പഠിക്കണം, എല്ലാ കാര്യവും നന്നായി ചെയ്യണം, ഇതൊക്കെ ചെയ്യുമ്പോഴേ എൻ്റെ അമ്മയ്ക്കും അപ്പന് സന്തോഷമെന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചെയ്യുമ്പോഴാണോ അതോ നമ്മൾ പുറകെ നടന്ന് അടിച്ചും വിരട്ടിയും അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണോ നമുക്ക് സന്തോഷം? ഒരു മാതാപിതാക്കന്മാർക്ക് എന്താ സന്തോഷം? അവരുടെ ഹൃദയത്തെ അറിഞ്ഞ് കുഞ്ഞുങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം, അല്ലേ?
അതുപോലെ തന്നെ ദൈവത്തിനും ദൈവത്തിന് പുറകെ നടന്നു വേണമെങ്കിൽ നമ്മളെ അനുസരിപ്പിച്ച് മോനെ ഇത് ചെയ്യലും, മോനെ അങ്ങനെ ചെയ്യലും, മോനെ ഇങ്ങനെ ചെയ്യലും, ഇത് കണ്ട വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളെ ചെയ്യിക്കുന്നതും ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അഴുക്കാടി കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കി കഴിഞ്ഞാൽ, ഞാൻ അനീതി ചെയ്തു കഴിഞ്ഞാൽ എന്റെ ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതിനായി ഞാൻ മാറുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെത്താൻ നീതീകരിക്കാനും തന്നെത്താൻ വിശദീകരിക്കാനും തന്നെത്താൻ ദൈവത്തിന് ഹൃദയത്തിലെ ആഗ്രഹത്തിന് ജീവിക്കാനും ഇട നൽകുന്ന മനുഷ്യരെയാണ് ദൈവത്തിന് ഇഷ്ടം. ആരെയും ദൈവം തള്ളിക്കളയത്തില്ല. തെറ്റ് ചെയ്യുന്നവരെ പുറകെ നടന്ന് ദൈവം പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച് അവരെ മടക്കി കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷേ അങ്ങനെ മടക്കി കൊണ്ടുവരുന്നവരെക്കാട്ടി ദൈവത്തിന് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് അത് വേദനയാകും. നമ്മൾ ഇത് ചെയ്ത ദൈവത്തിന് സങ്കടമാകുമെന്ന് നമുക്ക് ഉള്ളിൽ നമുക്ക് തന്നെ ബോധം വന്ന് നമ്മൾ ചിലതൊക്കെ വിട്ടുതിരിഞ്ഞ് നമ്മൾ നമ്മളെ നീതീകരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ആയിത്തീരുന്ന ദൈവത്തിന് ഇഷ്ടം. അതിന് വേണ്ടിയിട്ടാണ് ഇത് അടച്ച് മുദ്രയിടരുത്, ഇതിങ്ങനെ തന്നെ വെച്ചോണം. ആർക്കെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും അവൻ ദൈവത്തിന്റെ ഹൃദയത്തിൽ ആഗ്രഹിച്ചനുസരിച്ച് വളരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗമാണ് ദൈവവചനം. അതുകൊണ്ട് ഇത് ഓപ്പൺ ആക്കി വെച്ച് ഇത് എല്ലാവർക്കും ആക്സസ് ആകുന്ന രീതിയിൽ ഇന്ന് അതേപോലെ തന്നെ പണ്ടൊക്കെ ഒരു ബൈബിൾ പണ്ട് ആരും ഒരു ദേവദാസിനെ പറഞ്ഞു എവിടെയോ പോയപ്പോ അപ്പച്ചന് ഒരു ബൈബിൾ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. അവരുടെ വീട്ടിൽ ബൈബിൾ ഉണ്ടായിരുന്നു. അന്ന് ആ പഞ്ചായത്തിൽ എവിടെയെങ്കിലും മരണം ഉണ്ടായാലും എവിടെയെങ്കിലും എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടായാലും ഈ ഒരു ബൈബിളാണ് എല്ലാ ഭവനത്തിലേക്കും സഞ്ചരിക്കുന്നത്. കാരണം ആ ബൈബിൾ അത്രത്തോളം കാണാനില്ലാത്തൊരു സംഭവമായിരുന്നു ബൈബിൾ. ഹല്ലേലൂയ. അതുപോലെ ഇന്ന് ഒരു വീട്ടിൽ തന്നെ കുറഞ്ഞ 3-4 ബൈബിളെങ്കിലും ഉണ്ടാവും അല്ലേ? കാരണം ഇന്ന് അതിന് നാളെ പറയുന്നത് എനിക്കിത് കിട്ടിയിട്ടില്ല കേട്ടോ, ഇത് കണ്ടിട്ടില്ല ഞാൻ കേട്ടോ, ഇത് ഞാൻ വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഇടയാകാതാണ് ഇന്ന് അതുപോലെ ഇനിയിപ്പോൾ മൊബൈൽ തുറന്നാലും എവിടെ വേണേലും നെറ്റിലടിച്ചാലും എവിടെ നോക്കിയാലും വചനത്തിന് റെഫറൻസ് ഉൾപ്പെടെ സകലതും ലഭിക്കും. പക്ഷേ അതുകൊണ്ട് അതുപോലെ യൂട്യൂബ് തുറന്നാലോ ഫേസ്ബുക്ക് തുറന്നാലോ ഇൻസ്റ്റാഗ്രാമിൽ പോലെ എവിടെ പോയാലും പ്രസംഗങ്ങളും ഇതുപോലെ കേൾക്കാൻ. അതുകൊണ്ട് ആരും കേട്ടില്ല, ഞാൻ അറിഞ്ഞില്ല, ഞാൻ കണ്ടില്ല എന്ന് പറയാൻ നമുക്ക് ആർക്കും കഴിയത്തില്ല. നമുക്ക് വേണ്ടിയിട്ട് ഇത് തുറന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ അഴുക്കാടുന്നവരെ നമുക്ക് വിടാം. നീതീകരിക്കുന്ന തന്നെ നീതീകരിക്കട്ടെ. കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുത്ത് നിന്ന് നമ്മൾ ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും തക്ക പ്രതിഫലം. എന്ത് പ്രതിഫല? തക്ക പ്രതിഫലം. ചെയ്തതിന് തക്ക പ്രതിഫലം വാങ്ങാനായിട്ട് ആ ന്യായാസനത്തിന് മുമ്പ് നമ്മൾ നിൽക്കേണ്ടതാകുന്നു. ഈ ബോധം നമുക്ക് എപ്പോഴും വേണം. ഇവിടുത്തെ ന്യായാസനമല്ല, ഇവിടെയാണെങ്കിൽ വക്കീലന്മാർ കൊണ്ടുകൊടുക്കുന്ന കള്ളസാക്ഷികളും അവര് വിസ്തരിക്കുന്ന കഴിവുള്ളൊരു വക്കീലും കുറച്ച് പൈസ ഉള്ളവർക്ക് എന്ത് തെറ്റ് ചെയ്താലും നല്ല കഴിവുള്ളൊരു വക്കീലിനെ വെക്കാന്നുണ്ടെങ്കിൽ അവർക്ക് രക്ഷപ്പെട്ടു. പക്ഷെ അവിടെ എത്ര കഴിവുള്ള വക്കീലിനെ വെച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ സകലതും റെക്കോർഡഡ് ആണ്. അത് മായ്ച്ചുകളെ നമുക്ക് ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ജീവിക്കുമ്പോൾ, ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാണ്. നമ്മൾ അവിടെ നിൽക്കണം. അവിടെ നിന്ന് പ്രതിഫലം വാങ്ങേണ്ടവരാണ്. ആ ചിന്തയിൽ നമുക്ക് മുൻപോട്ട് വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ അരിക്കാടുന്ന അനേകരുണ്ട് നമ്മുടെ ചുറ്റുപാടും. ദൈവത്തിന്റെ കോപം ചില ശിക്ഷയായിട്ട് അവരുടെ നേരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മളുടെ കണ്ണുകൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദിവസങ്ങളിൽ കാണണം. പലരുടെയും ചിന്ത ദൈവം ഇതൊന്നും കാണുന്നില്ല, ദൈവം ഇതൊന്നും അറിയുന്നില്ല, അതുകൊണ്ട് ദൈവത്തിനൊന്നും സമയമില്ലെന്ന് ചിന്തിക്കുമ്പോൾ ദൈവം കാണുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് ഈ ദിവസങ്ങളിൽ പലരും അനുഭവിക്കാൻ പോകുന്നുണ്ട്. അതിനായിട്ട് അങ്ങനെ അവര് ആകാതിരിക്കട്ടെ, അത് അവരുടെ മേൽ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷെ ദൈവത്തിന്റെ തീരുമാനങ്ങൾക്കൊന്നും മാറ്റമില്ല. ദൈവത്തിന്റെ തീരുമാനത്തെ മാറ്റിക്കാൻ ഒന്നിനും മാത്രമേ കഴിയൂ. കണ്ണുനീരും പ്രാർത്ഥനയും മാത്രമല്ല മറ്റൊന്നിനും കഴിയില്ല. അതുകൊണ്ട് അവരൊക്കെ ആമേൻ മാനസാന്തരത്തിന് അവർക്ക് ഇട കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുവാനാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.